ഹായ് മക്കളെ, നമുക്ക് +2 കെമിസ്ട്രിയിലെ ചാപ്റ്റർ 10 ബയോമോളിക്യൂൾസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് അബൌട്ട് ന്യൂക്ലിക് ആസിഡ്സ്. കേട്ടോ, ന്യൂക്ലിക് ആസിഡുകൾ എന്താണെന്നുള്ളത് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ന്യൂക്ലിക് ആസിഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ തന്നെ ജനറ്റിക് ഇൻഫർമേഷൻ, നമ്മുടെ പാരമ്പര്യമായിട്ട് കുറേ ട്രേറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടില്ലേ, ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ഫേസ് ഷേപ്പ്, അതുപോലെ തന്നെ നമ്മുടെ പൊക്കം, സൈസ്, ഇതൊക്കെ ഒരേപോലെ തന്നെ വരാറില്ലേ, പാരൻസിനെ നമുക്ക് കിട്ടാറില്ലേ. അതിനൊക്കെ നമുക്ക് റീസൺ ആയിട്ട് വരുന്ന ന്യൂക്ലിക് ആസിഡുകളാണ്. സോ ദീസ് ആർ ലോങ് ചെയിൻ പോളിമേഴ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ ന്യൂക്ലിയോടൈഡ് എന്താണെന്നൊക്കെ നമുക്ക് പോകുന്ന രീതിയിൽ പറയാം. അപ്പോൾ അതിനനുസരിച്ച് പഠിക്കാം. സോ ഇറ്റ് ഈസ് ആക്ച്വലി റെസ്പോൺസിബിൾ ഫോർ ദി ഹെറിഡിറ്റി. ഇപ്പോൾ നമ്മുടെ ഹെറിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ട്രെയ്റ്റ്സ് ഉണ്ടാവും നമ്മുടെ ബോഡിയിൽ. ആ ട്രെയ്റ്റുകളെല്ലാം ത്രൂ ജനറേഷൻസ് ഇതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആരാ? ഈ ഒരു ന്യൂക്ലിക് ആസിഡുകളാണ്. അപ്പോൾ അതിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ന്യൂക്ലിക് ആസിഡുകളെ ടൈപ്പുകൾ പറഞ്ഞാൽ കുറച്ചും കൂടി പെട്ടെന്ന് പരിചയപ്പെടാം. DNA എന്നും RNA എന്നും കേട്ടിട്ടുണ്ടാവും. അത് തന്നെ DNA ആൻഡ് RNA, ഈ രണ്ട് ടൈപ്പുകളാണ് ന്യൂക്ലിക് ആസിഡ് ഉള്ളത്. DNA എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നും, RNA എന്ന് പറഞ്ഞാൽ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നുമാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇവരുടെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞെടുത്താൽ DNA ആയിക്കോട്ടെ RNA ആയിക്കോട്ടെ, അതിൽ 3 കമ്പോണൻറ്റുകളാണ് ഉണ്ടാവുക. ഒരു DNAയിൽ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിക് ആസിഡ് എടുത്താൽ 3 കമ്പോണൻസ്. ഒരു ഷുഗർ, പെൻഡോസ് ഷുഗറും, അതേപോലെ തന്നെ ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പും, പിന്നെ ഒരു നൈട്രജൻ ബേസും. ഓക്കെ, ഇതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. പെൻഡോസ് ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ന്യൂക്ലിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ അതിലെപ്പോഴും എന്തുണ്ടാവും? ഒരു ഷുഗർ ഉണ്ടാവും. ഇതേടാ ആ ഒരു ഷുഗർ എന്ന് പറയുന്നത് DNAയിലെ പെൻഡോസ് ഷുഗർ എന്ന് പറയുന്നത് 5 കാർബണുള്ള ഷുഗർ. അതുകൊണ്ടാണ് അതിന് പെൻഡോസ് ഷുഗർ എന്ന് വിളിക്കുന്നത്. അത് ഡീഓക്സി റൈബോസ് എന്ന് പറയുന്ന ഷുഗറാണ്. RNAയിലാണെങ്കിൽ പെൻഡോസ് ഷുഗർ എന്ന് പറയുന്ന റൈബോസ് ഷുഗറാണ് വരുന്നത്. അതിൽ നിന്നാണ് ആ പേരുകൾ വന്നേക്കുന്നത്, ഡിയോക്സി റൈബോ ഷുഗർ. അപ്പോൾ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, റൈബോ ഷുഗർ, റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, ആ പേരുകൾ വന്നേക്കുന്നത് ആ ഷുഗറിൻ്റെ പേരിൽ നിന്നാണ്. ഓക്കെ, ഇനി ഈ ഷുഗറിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ലിങ്കേജും കൂടി ഇതിൽ പഠിക്കാറുണ്ട്. ദാറ്റ് ഈസ് ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ് ആണ് വരിക. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൽ നമ്മൾ വരുമ്പോൾ ലിങ്കേജ് എന്ന് പറയുന്നത് ഗ്ലൈക്കോസൈഡ് ലിങ്കേജ് ആണ്. പ്രോട്ടീൻസിൽ വരുമ്പോൾ അത് പെപ്റ്റൈഡ് ലിങ്കേജ് ആണ്. എന്നാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് അത് ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ് എന്ന് പറയുന്ന ലിങ്കേജ് ആണ് വരുന്നത്. കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, ലിങ്കേജുകൾ പഠിച്ചിരിക്കുക. ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ് ആണ് ഇവിടെ വരാം. ഇതേടാ ഇനി നൈട്രജൻ ബേസസ്. അപ്പോൾ ഷുഗർ എന്താണെന്നുള്ളത് മനസ്സിലായി. ഇനി നൈട്രജൻ ബേസസിലോട്ടാണ് നമ്മൾ പോകുന്നത്. നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ കോമ്പൗണ്ടുകളാണ്. ഇതേടാ 5 പേരാണ് നമുക്കുള്ളത്. അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ ആൻഡ് തൈമീൻ. ഈ 5 പേരാണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് തൈമീനും യുറാസിൽ എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഒരു DNA എന്ന് പറയുന്നതിൽ 4 നൈട്രജൻ ബേസ് മെയിൻലി വരാം. ദേ ആർ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് തൈമീൻ. കേട്ടോ, തൈമീൻ ആണ് വരാം. AGCT എന്നായിരിക്കും വരാം. RNAയിൽ വരുമ്പോൾ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിനും തൈമീന് പകരം അവിടെ വരുന്നത് യുറാസിലായിരിക്കും. കേട്ടോ, തൈമീന് പകരം വരുന്ന ആരാ? യുറാസിലാണ് വരുന്നത്. തൈമീന് പകരം യുറാസിൽ, THYMINE ആണ് തൈമീൻ എന്ന് പറയുന്നത്. തൈമീന് പകരം RNAയിൽ വരുമ്പോൾ യുറാസ്, AGCU ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയും നൈട്രജൻ ബേസ് വരാം. അപ്പോൾ ഇല്ലേടാ ഒരു എപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഷുഗർ ഈ ഹെക്സഗൺ ഷേപ്പിലിരിക്കുന്നത്, പെൻഡഗൺ ഷേപ്പിലിരിക്കുന്ന ആളാണ് ഷുഗർ എന്ന് വിളിക്കുന്നത്. ഈ ഷുഗറാണ് പെൻഡോസ് ഷുഗർ. ഈ ഷുഗറിൻ്റെ ഒപ്പം ബേസ് വരുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് പെൻഡോസ് ഷുഗറും ബേസും കൂടിയുള്ള, നൈട്രജൻ ബേസും കൂടിയുള്ള കോമ്പൗണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ന്യൂക്ലിയോസൈഡ് എന്ന് വിളിക്കും. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു പെൻഡോസ് ഷുഗറും നൈട്രജൻ ബേസും കൂടി ജോയിൻ ചെയ്തേക്കുന്ന സാധനത്തിനെയാണ് ന്യൂക്ലിയോസൈഡ് എന്ന് വിളിക്കുക. ഈ ന്യൂക്ലിയോസൈഡിലോട്ട് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ് കൂടി വരാം. ഇതാണ് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കുക. കേട്ടോ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മളൊരു ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുക. എക്സാമിന് ചോദിക്കാറുണ്ട് ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും തമ്മിലുള്ള ഡിഫറൻസസ് പറയാറുണ്ട്. അപ്പോൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ബേസും പെൻഡോസ് ഷുഗറും കൂടിയുള്ളതാണ് ന്യൂക്ലിയോസൈഡ്. വേറെ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ നൈട്രോജീനിയസ് ബേസും പെൻഡോസ് ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടിയാണ് അതിൽ വരാം. കേട്ടോ, അപ്പോൾ ഇത് രണ്ടുമായിരിക്കും നമ്മുടെ ന്യൂക്ലിയോസൈഡ് ആൻഡ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡിൽ വരുമ്പോൾ പെൻഡോസ് ഷുഗർ, നൈട്രജൻ ബേസ് ആൻഡ് ഫോസ്ഫേറ്റ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ന്യൂക്ലിയോസൈഡിൻ്റെ ഒപ്പം ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടി വരുന്നു. അതിനെ നമുക്ക് ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കാം. കേട്ടോ, അതാണ് നമ്മുടെ ന്യൂക്ലിയോസൈഡുകൾ. കണ്ടോ, ന്യൂക്ലിയോടൈഡ് അതിൻ്റെ കുറേ ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ്, ഈ ഒരു ന്യൂക്ലിയോടൈഡുകൾ കുറേ എണ്ണം ജോയിൻ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് എന്തായിട്ട് മാറുക? ഒരു ന്യൂക്ലിക് ആസിഡ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അതിൽ തന്നെ DNA RNA ഡിഫറൻസസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേടാ നോക്കുക, ഡിഫറൻസസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. DNA എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഡബിൾ സ്ട്രാൻഡഡ് എന്നാണ് വിളിക്കുക. DNA എന്ന് പറഞ്ഞാൽ 2 സ്ട്രാൻഡുകൾ ഉണ്ടാവും. 2 ന്യൂക്ലിയോടൈഡുകളുടെ ചെയിനുകൾ ഇങ്ങനെ പിണഞ്ഞിടക്കണ പോലെ ആയിരിക്കും കിടക്കുക. ഓക്കെ,
അതിനാണ് ഡബിൾ സ്ട്രാൻഡഡ് എന്ന് വിളിക്കുക. അതിൻ്റെ ഷേപ്പ് അറിയായിരിക്കും, ഇങ്ങനെ ഹെലിക്കൽ സ്ട്രക്ചർ എന്നൊക്കെ വിളിക്കാറുണ്ട്. RNA എന്ന് പറഞ്ഞാൽ ഒറ്റ സ്ട്രാൻഡ് ഉണ്ടാവുള്ളൂ കേട്ടോ, ഒറ്റ സ്ട്രാൻഡ്, അതായത് ഒറ്റ ചെയിനാണ് അതിൽ ഉണ്ടാവുന്നത് ന്യൂക്ലിയോടൈഡുകളുടെ കേട്ടോ. ഇനി DNA വരുമ്പോഴുള്ള ഷുഗർ ഏതാ? ഡിയോക്സി റൈബോസ് ഷുഗർ. RNA വരുമ്പോഴോ റൈബോസ് ഷുഗറാണ് വരുന്നത്. ഇനി അതിലുള്ള ബേസസും ഡിഫറെൻ്റ് ആണ്. DNA വരുന്ന ബേസസ് അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് തൈമിൻ ആണ്. വേറെ നമ്മുടെ RNA വരുന്നത് തൈമിൻ ആണ്. RNA വരുന്നത് അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിൽ എന്നായിരിക്കും വരാം. ഇനി DNA മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവേണ്ട മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ബോഡി വരേണ്ടത് എന്നുള്ള ഈ ഒരു മനുഷ്യൻ്റെ ഷേപ്പിൽ തന്നെയാണ് വരേണ്ടതെന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവുന്നത് നമ്മുടെ ന്യൂക്ലിക് ആസിഡ് DNA-യിലാണ് ഉള്ളത്. വേറെ RNA എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് ആണ് ഉണ്ടാവുക. അതായത് നമ്മുടെ DNA-യിൽ വരുന്ന ഓരോ പ്രോട്ടീനുകളെ സിന്തസൈസ് ചെയ്യാനാണ് RNA ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. വേണമെങ്കിൽ ലൊക്കേഷനും വേണമെങ്കിൽ പറയാം. DNA എന്ന് പറയുന്ന ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്, വേറെ RNA ഈസ് മെയിൻലി ഇൻ ദ സൈറ്റോപ്ലാസം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതും ലൊക്കേഷനും വേണമെങ്കിൽ നമുക്ക് ഡിഫറൻസ് ഉണ്ട്. ബട്ട് എനി 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 3 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസസിൻ്റെയും ഷുഗറിൻ്റെയും സിംഗിൾ സ്ട്രാൻഡിൻ്റെയും കാര്യം തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി ഒറ്റ കാര്യം കൂടി അതിലുള്ളൂ നമ്മുടെ ന്യൂക്ലിക് ആസിഡ്, ദാറ്റ് ഈസ് ബയോളജിക്കൽ ഫങ്ഷൻസ്. എങ്ങനെയാണ് ഇവരുടെ ബേസിക് ഫങ്ഷൻസ് വരുന്നത് എന്നുള്ളത്. 2 ഫങ്ഷൻസ് ആണ് നമ്മുടെ ന്യൂക്ലിക് ആസിഡ് വരുന്നത്. ഒന്ന്, ദേ കണ്ടെയ്ൻസ് ദ ജനറ്റിക് ഇൻഫർമേഷൻ. അതായത് നമ്മുടെ ഈ ഒരു ഐഡന്റിറ്റി, ഓരോ ആൾക്കാരുടെ ഇൻഡിവിജ്വൽസിൻ്റെയും ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ്, നമ്മുടെ സൈസ്, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ, അതുപോലെ കണ്ണ് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ, നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ്, നമ്മുടെ താടി എങ്ങനെയായിരിക്കണം, കയ്യിൽ എങ്ങനെയായിരിക്കണം ഉണ്ടാവേണ്ടത്, നഖങ്ങൾ, അതൊക്കെ കൃത്യമായിട്ട് എൻകോഡ് ചെയ്തേക്കുന്നത് നമ്മുടെ ന്യൂക്ലിക് ആസിഡിലാണ്, DNA-യിലായിരിക്കും കേട്ടോ. അത് പാസ് ഡൗൺ ചെയ്ത് വരും. ഓരോ ആൾക്കാർ ഓഫ് സ്പ്രിങ്ങിലോട്ട് പോകുമ്പോൾ, ഓരോ ജനറേഷനിലോട്ട് വരുമ്പോഴും സെയിം കാര്യം തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് ദാറ്റ് ജനറ്റിക് അങ്ങനെ ജനറ്റിക് ഇൻഫർമേഷൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി പ്രോട്ടീൻ സിന്തസിസിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറഞ്ഞാൽ ആ ഓരോ DNA-യിലും DNA സ്ട്രാൻഡുകളിലും എൻകോഡ് ചെയ്തേക്കുന്ന ജനറ്റിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ പ്രോട്ടീനുകളുടെ ആയിരിക്കും. ഈ പ്രോട്ടീനുകളെ ആ ഒരു ജനറ്റിക് ഇൻഫർമേഷൻ വെച്ച് സിന്തസൈസ് ചെയ്യുന്ന RNA ആയിരിക്കും കേട്ടോ. RNA ആ ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? സിന്തസൈസ് ചെയ്യുന്നു. സോ പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ് ബൈ RNA as a cell, ബട്ട് ദ മെസ്സേജ്, അതിനുള്ള മെസ്സേജ് RNA ആണ് സിന്തസൈസ് ചെയ്യുന്നതെങ്കിലും മെസ്സേജ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ പ്രോട്ടീൻ്റെ ആരാ എടുക്കുന്നത്? DNA ആയിരിക്കും ഉണ്ടാവും കേട്ടോ. ദിസ് പർട്ടിക്കുലർ പ്രോട്ടീൻ ഈസ് പ്രസന്റ് ഇൻ ദ DNA-യിലേക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ന്യൂക്ലിക് ആസിഡുകളിൽ വരുന്നത്. സോ ഇത്രയും കാര്യം നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഇതേപോലെ തന്നെ പ്രോട്ടീൻസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ചാനൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും. സോ അതും എന്തായാലും കാണാം, കൃത്യമായിട്ട് പഠിക്കുക. സോ ബയോമോളിക്യൂൾസ് എന്ന് 1 മാർക്ക് പോലും പോവാതെ നല്ല അടിപൊളിയായിട്ട് പഠിച്ച് മാർക്ക് മേടിക്കുക. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് കേട്ടോ.